മക്കളെ, ഇവിടെ നമ്മള് ഓർഗാനിക്കിന്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഓർഗാനിക് കെമിസ്ട്രിയുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ ആണെങ്കിൽ ഇതിന്റെ മുന്നത്തെ ഒന്നാമത്തെ പാർട്ട് നിങ്ങൾ കാണാം, ഓർഗാനിക് പാർട്ട് കാണാം. സോ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ രണ്ടാമത്തെ വീഡിയോ സോ സ്പെഷ്യൽ ആണ്, കാരണം എക്സാമിന്റെ ഒരുപാട് ഇമ്പോർട്ടന്റ് ഉള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോയിലുണ്ട്. ഒന്നാമത്തെ വീഡിയോയിലും ഓൾറെഡി എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് തന്നെ വരുന്നത്. പക്ഷെ രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എല്ലാം കവർ ചെയ്യുന്ന ടോപ്പിക്കാണ്. വളരെ സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യണം, ക്ലാസ്സിലോട്ട് കടക്കാം. ഓക്കേടാ. സോ രണ്ടാമത്തെ സെക്ഷൻ നമുക്ക് പറയുന്നത് എന്താ, ആദ്യമായിട്ട് കാണാൻ വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് രേഖപ്പെടുത്താടാ. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ രേഖപ്പെടുത്തണം കേട്ടോ. നിങ്ങൾക്ക് എന്താണോ കമന്റ്സ് രേഖപ്പെടുത്താൻ, നിങ്ങൾക്ക് ഏതാണോ ടോപ്പിക്ക് വേണ്ടെന്നുള്ളത് രേഖപ്പെടുത്തുക. ഓർഗാനിക് കെമിസ്ട്രി പരമാവധി ഞാൻ സാർ എടുത്തു തരുന്നുണ്ട് കേട്ടോ. സോ വേഗം ടോപ്പിക്കിലോട്ട് പോകാൻ. നമുക്ക് എക്സാമിന് അത്ര ധൃതിയായിട്ട് നിൽക്കുകയാണ്. സോ കെമിക്കൽ റിയാക്ഷൻ ഓഫ് ആലോ ആൽക്കെയിൻസ് എന്നാണ് ടോപ്പിക്കിന്റെ പേര്. കെമിക്കൽ റിയാക്ഷൻ ഓഫ് ആലോ ആൽക്കെയിൻസ്. എടാ ഒന്നാമത്തെ റിയാക്ഷൻ ആണ് എലിമിനേഷൻ റിയാക്ഷൻ. ഈ എലിമിനേഷൻ റിയാക്ഷൻ പ്രത്യേകത എന്താ, എക്സാമിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. ലാസ്റ്റ് 2023 എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ മുന്നേ 2019 19 21 സോ റിപ്പീറ്റഡ് ആണ് ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ. അപ്പൊ ഒരുപാട് സാധ്യത ഉണ്ടായി ഈ ക്വസ്റ്റ്യൻ. കാരണം ഇത് ചോദിക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കണോ, എല്ലാ വർഷം ചോദിച്ചത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ എക്സാമിന് വേറെ പുതിയൊരു ആൽക്കൈൽ ഗ്രൂപ്പ് ഒന്നും ഇങ്ങോട്ട് ചോദിക്കില്ല, സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് തന്നെയാണ് ചോദിക്കുക. ഏത് വന്നാലും കുഴപ്പമില്ല, അത് വേറെ കേസ്. നമ്മൾ ഏത് വന്നാലും ചെയ്യുന്ന രീതിയിൽ തന്നെ പഠിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ ഇന്ന് ക്ലാസ്സിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് എക്സാമിന് വരികയാണെങ്കിൽ. എലിമിനേഷൻ അത്ര ഇമ്പോർട്ടന്റ് ആണ്, വരികയാണെങ്കിൽ വരിക കേട്ടാ. സോ ഹെഡിങ് എല്ലാവരും നോട്ട് ചെയ്യുക. എടാ എല്ലാവരും അപ്പൊ നോട്ട് എഴുതി പോയിക്കോ. എലിമിനേഷൻ റിയാക്ഷൻ. എടാ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം എന്താണ് എലിമിനേഷൻ റിയാക്ഷൻ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ പഠിക്കണമെന്നില്ലടാ. ഞാൻ പറയുന്നത്, നിങ്ങൾ കുറെ പേര് മെസ്സേജ് ആയിട്ട് ചോദിച്ചു സാർ ഇതിന്റെ ഡെഫിനിഷൻ പഠിക്കണം. മക്കളെ നിങ്ങൾ എല്ലാ ഡെഫിനിഷൻസ് ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എക്സാമിന് വർക്ക്ഔട്ട് ആവുമോ എനിക്കറിയില്ല, എത്രത്തോളം വർക്ക്ഔട്ട് ആവും. നിങ്ങൾ റിയാക്ഷൻ മാത്രം പഠിച്ചു വെക്കാം. ആ റിയാക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യടാ, അതിന്റെ ഡെഫിനിഷൻസ് എഴുതാൻ പഠിക്കാം. സാർ അങ്ങനെ നിങ്ങളെ പഠിപ്പിക്കുന്നത് മനസ്സിലായ. എല്ലാ ഡെഫിനിഷനും എക്സാമിന് ഓർത്തിരുന്ന് എഴുതാന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് അപൂർവം കുട്ടികൾക്കും സാധിക്കായിരിക്കാം, എല്ലാ കുട്ടികൾക്കും പോസിബിൾ അല്ല. സോ എല്ലാ കുട്ടികൾക്കും പോസിബിൾ ആവുന്ന കാര്യവുമായിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ നോക്കാം എന്താണ് എലിമിനേഷൻ റിയാക്ഷൻ എന്നുള്ളത്. എടാ ഫസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിളിലാണ് തുടങ്ങുന്നത്. എലിമിനേഷൻ റിയാക്ഷൻ എങ്ങനെ നടക്കുന്നുള്ള ഒരു എക്സാമ്പിളാണ്. നമ്മൾ എന്താ എടുക്കുന്നത് വെച്ചാല്, ആദ്യം നമ്മൾ എടുക്കുന്നത് എന്താണ്, ഒരു ആൽഡിഹൈഡ് ആണ്, അതായത് ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയും. അപ്പൊ കുറെ പേർക്ക് ഡൗട്ട് തുടങ്ങി, എന്താ സാർ ആൽക്കൈൽ ഹാലൈഡ്, ടെൻഷൻ ആക്കല്ലേ. ദാറ്റ് ഈസ് RX. നമ്മൾ RX100 ഇല്ലേ, പഴയ ബൈക്കിലടാ RX100. സോ RX എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പിൽ ഹലോജൻ കണക്ട് ചെയ്യുന്നതാണ് എന്ത്, നമുക്ക് എന്ത് ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്നത്. ആൽക്കൈൽ ഹാലൈഡ് അല്ലെ, അല്ലെങ്കിൽ ഹാലോ ആൽക്കെയിൻസ് എന്നും പറയാം. ഹാലോ ആൽക്കെയിൻസ് എന്നും പറയാം. ബോത്ത് ആർ സെയിം. RX. എടാ അപ്പൊ RX എന്ന് പറയുന്ന ആള് വരുന്നത്, RX വന്നു, RX CH3 ഇഷ്ടമുള്ള RX നമുക്ക് എടുക്കാം. ഞാൻ സിംപ്ലി ഒരു CH3 CH2 ഒരു Br, ഒരു 2 കാർബണാറ്റം എൻഡിങ്ങിൽ ആര് എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഹാലോജൻ. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല, നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കാണാം, അതിനുശേഷം സെക്കൻഡ് പാർട്ട് കാണാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവുക. സോ Br ഇനി പ്ലസ് ഇതിലോട്ട് നമ്മള് KOH ചേർക്കുക. എടാ ഇവിടുന്നാണ് നമ്മളെ പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. KOH 2 ടൈപ്പ് ഉണ്ടടാ, 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ആൽക്കഹോളിക് KOH ഉണ്ട്, അതുപോലെ തന്നെ അക്വസ് ഉണ്ട്. ആൽക്കഹോളും ഉണ്ട്, അക്വസും ഉണ്ട്. ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ചേർക്കാത്ത അക്വ വാട്ടർ അല്ലേ. അപ്പൊ വാട്ടർ ചേർത്ത എന്ത് KOH എന്ന് പറയാം. വാട്ടർ ചേർക്കാത്ത ആൽക്കഹോളിക് ആയിട്ടുള്ള വെള്ളം ചേർക്കാത്തതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആൽക്കഹോൾ KOH എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഈ റിയാക്ഷൻ 2 സ്ഥലത്ത് വരുന്നുണ്ട്. ഇവിടെ റിയാക്ഷൻ വരുന്നുണ്ട്, നമ്മൾ ഇനി കെമിക്കൽ റിയാക്ഷൻ എടുത്ത് പറയും, അവിടെയും നമുക്ക് വരുന്നുണ്ട്, അപ്പൊ പറയാം. അപ്പൊ ഇവിടെ 2 എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് പറഞ്ഞത് KOH ആൽക്കഹോൾ വരുന്നത് ഏത് റിയാക്ഷനിലാണ്, എലിമിനേഷൻ റിയാക്ഷനിലാണ്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. എലിമിനേഷൻ റിയാക്ഷൻ ഓർത്തിരിക്കുക. സോ നമ്മളിപ്പോ എന്താണ്, ഒരു RX-ലോട്ട് എന്താ പറയാ, ആൽക്കൈൽ ഹാലൈഡിലോട്ട് നമ്മൾ എന്ത് ചെയ്തോടാ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൽക്കഹോളിക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പൊ ബേസിക്കലി ഇതിന്റെ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചോ, അതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പമാർഗം കേട്ടോ. എടാ ഫസ്റ്റ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണെന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ രീതിക്കല്ല ഞാൻ പഠിക്കുന്നത്. വൺസ് ഈ ക്ലാസ് കാണാം, എക്സാമിന് നാളെ വരുന്ന മറ്റന്നാൾ വരുന്ന എക്സാമിന് നിങ്ങൾ പോയിട്ട് ആൻസർ ചെയ്യുക, അത്രയും സാർ ഉദ്ദേശിക്കുന്നത്. കണ്ടമാനം എഴുതി പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ക്ലാസ് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, അപ്പൊ തന്നെ നോട്ട് എഴുതുക, എക്സാം ഹോളിൽ പോയിട്ട് പഠിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോ. എടാ ഈ Br നെയാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹാലോജൻ എന്ന് പറയുന്നത്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹാലോജനെ കണക്ട് ചെയ്യുന്ന കാർബൺ ആറ്റത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്, ആൽഫ കാർബൺ. അറിയില്ല, ഇപ്പൊ പഠിച്ചോ.
ഫംഗ്ഷൻ ഗ്രൂപ്പിനെ കണക്ട് ചെയ്യുന്ന ആദ്യ കാർബണെ വിളിക്കുന്ന പേരാണ് എന്താ? ആൽഫ കാർബൺ. ഈ ആൽഫ കാർബൺ കണക്ട് ചെയ്യുന്നതിനെയാണ് ബീറ്റ കാർബൺ എന്ന് പറയും. ഇവിടെ ആകെ ഒരു ബീറ്റ കാർബണേ ഉള്ളൂ അല്ലെ, ആകെ ഒരു ആൽഫ. കാരണം ഫംഗ്ഷനെ കണക്ട് ചെയ്യുന്ന ആകെ ഒരു ആൽഫയേ ഉള്ളൂ. ആൽഫിനെ കണക്ട് ചെയ്യുന്നതിനൊക്കെ എന്താ വിളിക്കാം? ബീറ്റ എന്ന് വിളിക്കാം. സപ്പോസ് CH2ന്റെ ഇവിടെ ഒക്കെ നമുക്ക് ഇവിടെയും CH3 ഇവിടെയും CH3 ഒക്കെ ഉണ്ടെങ്കിൽ എന്താ പറയാ? ഇത് ബീറ്റ അങ്ങനെ വിളിക്കും. ഇതാണ് ആൽഫ എങ്കിൽ ഇതിനെ കണക്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരും നമുക്ക് എന്ത് ചെയ്യണം? ബീറ്റ എന്ന് വിളിക്കാം. തൽക്കാലം നോക്കട്ടെ. അപ്പൊ ആൽഫ ബീറ്റ എന്താണെന്ന് മനസ്സിലായി വിചാരിച്ചേ. എന്നിട്ട് ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ ഈ എലിമിനേഷൻ റിയാക്ഷനിൽ നടക്കുന്നത് എന്താ വെച്ചാല് അതായത് ബീറ്റ ഹൈഡ്രജൻ, ഇപ്പൊ ഇവിടുത്തെ ബീറ്റ ഹൈഡ്രജൻ എത്രയാണ്? CH3 ആണ്. ഈ CH3 നമുക്കറിയാം KOH പിരിഞ്ഞാൽ എങ്ങനെയാവും? K പ്ലസും OH മൈനസും ആണ്. ഇത് എല്ലാവർക്കും അറിയാം അല്ലെ, പൊട്ടാസ്യം K പ്ലസും OH മൈനസും ആയിട്ടാണ് പിരിയുക. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ Br ഇവിടുന്ന് പോകും. ഈ Br-ഉം നമുക്ക് എന്താവും? Kയും കൂടിയിട്ടല്ലേ കമ്പനി ആവാ. നമുക്ക് ആലോചിച്ചത് തന്നെ Br-ഉം Kയും കമ്പനി ആയ KBr നമുക്ക് ട്രിക്കിൽ പഠിക്കുക. അല്ലാണ്ട് BROH ഒക്കെ വരും, അങ്ങനെ നമുക്ക് പഠിക്കുന്നില്ല അല്ലെ. KBr ഫംഗ്ഷൻ. അപ്പൊ നമുക്കൊരു KBr ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവും എന്നുള്ള ആദ്യമേ പഠിച്ചു വെക്കാം. KBr അവിടെ ഒരു ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവും. മെയിൻ പ്രൊഡക്റ്റ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്, അതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഒരു KBr ഒരു ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവും എന്ന് വെക്കാം. അപ്പോൾ ആരൊക്കെ പോയി? Kയും പോയി, Br-ഉം പോയി. ഈ OH എവിടോട്ട് വരും? ഈ OH എവിടോട്ട് പോകും? ഈ OH-ലെ ഈ ഹൈഡ്രജൻ ഈ CH3 ഇല്ലടാ. അതായത് ശ്രദ്ധിച്ചോട്ടാ, ഈ CH3-ലെ ഒരു ഹൈഡ്രജൻ കൊണ്ട് ഇറങ്ങി. അവിടെ 3 ഹൈഡ്രജൻ ഉണ്ടല്ലോ, അതിലെ ഒരു ഹൈഡ്രജൻ കൊണ്ട് ഇറങ്ങി. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് ബൈ പ്രൊഡക്റ്റ് മെയിൻ പ്രൊഡക്റ്റ് നമ്മൾ എഴുതാൻ പോവാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിലത്തെ ഒരു ഹൈഡ്രജൻ അവിടെ നിന്ന് ഇറങ്ങി വെക്കുമ്പോൾ ഇവിടെ സിംഗിൾ ബോണ്ട്. അവിടുന്ന് ഒരു ഹൈഡ്രജൻ വെലിഞ്ഞാൽ അല്ലെങ്കിൽ അവിടുന്ന് ഊരിപ്പോന്നാൽ ഈ ബോണ്ട് എന്തായി മാറോടാ? ഡബിൾ ബോണ്ട് ആയി മാറും. ആ ബോണ്ട് എന്തായി മാറോടാ? ഡബിൾ ബോണ്ട് ആവും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ CH2-നെ നമ്മൾ അങ്ങനെ തന്നെ എഴുതി. Br പോയി നമ്മൾ ആരെ കൂടെ കയറിയിട്ടുണ്ട്? KBr ആയിട്ട് ബൈ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സാറേ അതൊക്കെ സാറ് ഈ Kയും Br-ഉം അറ്റാച്ച് ചെയ്തിട്ട് KBr അവിടെ എഴുതി വെച്ചാൽ അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ കിടക്കുന്ന OH അവിടെ പോയി, അല്ലെങ്കിൽ OH ഇവിടെ ഈ OH-ഉം ഈ ഇറങ്ങി എന്ന് പറയുന്ന H-ഉം ഈ H-ഉം ആ OH-ഉം കൂടി എന്തുണ്ടാവും? നമുക്കറിയാം എന്തല്ല, H പ്ലസും OH മൈനസും കൂടി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആരും കൂടെ ഉണ്ടാവൂടാ? ഒരു വാട്ടറും കൂടെ ഉണ്ടാവും. അപ്പൊ ഇവിടുത്തെ ബൈ പ്രൊഡക്റ്റിന് അത്ര വലിയ പ്രാധാന്യമില്ല. മനസ്സിലായ? ബൈ പ്രൊഡക്റ്റ് എഴുതാതിരിക്കാൻ നിങ്ങളുടെ ചോയ്സ്. പക്ഷെ ബൈ പ്രൊഡക്റ്റിനെക്കാട്ടി പ്രാധാന്യം നമ്മൾ എഴുതിയ CH2 എന്ന് പറയുന്ന ഇതിന്റെ പേരാണ് എന്ത്? ആൽക്കീൻ എന്നൊക്കെ വിളിക്കും. സാറേ ആൽക്കീനോ? ആടാ ഡബിൾ ബോണ്ട് വരെയാണ് EN-ൽ അവസാനിക്കും. ആൽക്കീൻ പഠിച്ചു വെച്ചോ. ഇനിയിപ്പോ ഇതിന്റെ പേര് മറന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലടാ. CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് നിങ്ങൾ പ്രോഡക്റ്റ് എഴുതാൻ പഠിക്കുക. ആൽക്കീൻ ഓർക്കുക, ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ആൽക്കീൻ. ഏട്ടാ പഠിച്ചു വെക്കാം. ഓക്കെ. ഇനി സാറേ ഇപ്പൊ ഇത് എക്സാമിന് എങ്ങനെ മനസ്സിലാക്കാം? ആൽക്കഹോൾ ഇമ്പോർട്ടന്റ് ആണ്. ALC കണ്ടാൽ ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എലിമിനേഷൻ റിയാക്ഷൻ ആണ്. പിന്നെ നിങ്ങൾക്കുള്ള ഒരു ഡൗട്ട് സാറേ, എന്തുകൊണ്ടാണ് ഇവിടുന്ന് ഹൈഡ്രജൻ ഇറങ്ങായിരുന്നു ഇവിടുന്ന് ഹൈഡ്രജൻ ഇറങ്ങി എന്നുള്ളതാണ്. അതിന് ഉത്തരം ഇതാണ്. ആൽഫ ബീറ്റ ഉണ്ട്. ബീറ്റ ഹൈഡ്രജനിൽ കുറവുള്ളതിൽ നിന്നാണ് എന്ത് ചെയ്യടാ? ഹൈഡ്രജൻ പോവുക. ബീറ്റ ഹൈഡ്രജനിൽ നിന്നും കുറവുള്ളത്. ആക്ച്വലി ഇവിടെ ബീറ്റ ഹൈഡ്രജൻ ആകെ ഒന്നേ ഉള്ളൂ. അതാണ് ഇപ്പൊ ആകെയുള്ള ടെൻഷൻ അല്ലെ. നമ്മളെ കൊണ്ട് വേറൊരു എക്സാമ്പിൾ കൂടെ നമ്മൾ പ്രീവിയസ് ഇയർ വന്നത് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ആൽഫ, ഇത് ബീറ്റ. ബീറ്റയിൽ ഇവിടെ ബീറ്റ ഒന്നേ ഉള്ളൂ. നമുക്ക് വരുന്ന അടുത്ത എക്സാമ്പിൾ ഉണ്ട്, അതിൽ 2 ബീറ്റ ഉണ്ടടാ. അപ്പൊ ആ ബീറ്റയിൽ നമ്മൾ കമ്പയർ ചെയ്യും. 2 or 3 ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കുറവുള്ളത് ഏതാണോ? ശ്രദ്ധിച്ചോട്ടാ, അതിൽ ഏറ്റവും കുറവുള്ള ഏതാണോ അത് സെലക്ട് ചെയ്യണം. ഏത്? ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം കുറവുള്ളത്. ഇവിടെ നമുക്ക് ആകെ ഒരു ബീറ്റേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കാനില്ല. അതിൽ നിന്നാണ് ആര് ഇറങ്ങി പോവാ? ഹൈഡ്രജൻ ഇറങ്ങി പോവാ. ഇറങ്ങി പോകുമ്പോ ബോണ്ട് ഡബിൾ ആവൂടാ. ഒരു ഹൈഡ്രജൻ ഇറങ്ങി പോകുമ്പോ പഠിച്ചോ, ബോണ്ട് ഡബിൾ ആകും. ഓക്കെ. ആ ഇറങ്ങിപ്പോയ എച്ചും ഇവിടെയുള്ള KOH-ൽ OH-ഉം കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവൂടാ? വാട്ടർ ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവും. വലിയ ഇമ്പോർട്ടന്റ് ഒന്നുമില്ല, എന്നാലും എഴുതി വെച്ചോ കേട്ടാ. പിന്നെ Kയും Br-ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ KBr എന്നുള്ള പൊട്ടാസ്യം ബ്രോമൈഡ് എന്ന് പറയുന്നത് എന്തിട്ടോടാ? നമുക്കൊരു ബൈ പ്രൊഡക്റ്റ് കിട്ടും. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താടാ? CH2 ആണ്. ദാറ്റ് ഈസ് ആൽക്കീൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് കേട്ടാ. ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ പഠിക്കണം. എല്ലാവരും എഴുതുക. ഒരു പ്രൊഡക്റ്റ് ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് എഴുതണം കേട്ടാ. എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം കേട്ടാ. ഒരു പ്രോഡക്റ്റും കൂടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് വന്നതാണ്. ഈസി ആടാ. ക്ലാസ് ഇപ്പൊ കേട്ടാൽ മാത്രം മതി മക്കളെ. എക്സാമ്പിൾക്ക് നേരെ പോയി എഴുതാം. ഞാൻ അങ്ങനെയാണ് ഇത് എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വീട്ടിലിരുന്ന് പഠിക്കുന്ന രീതിക്കല്ല സാർ പറഞ്ഞിരുന്നത്. ഇപ്പൊ പഠിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കുന്ന പോലെ ഇപ്പൊ പഠിച്ചിട്ട് എന്ത് ചെയ്യണം? നേരെ എക്സാമുകളിൽ പോയിട്ട് എഴുതാം. ദാറ്റ്സ് ഓൾ. CH3 ഇമ്പോർട്ടന്റ്. KOH ആൽക്കഹോൾ വന്നാൽ വേറെ ഈ ലോകത്ത് ഒരു പ്രൊഡക്ഷനും ഇല്ലടാ, ഒരു റൂളും ഇല്ല.
ഇവിടെ ഞാൻ പറഞ്ഞു അക്വസ് വരുന്ന ഒന്നുണ്ട്, അത് നമ്മളിത് കഴിയുമ്പോൾ പറയും കേട്ടാ. ഇപ്പൊ ആൽക്കഹോൾ മാത്രം ഓർത്താൽ മതി. ആൽക്കഹോൾ KOH എല്ലാവരും ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞേ, മീൻസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞേ. എങ്ങനെ വരും? നേരത്തെ പറഞ്ഞ പോലെ ആര് പോടാ ഇവിടെ K+ അല്ലെ. KOH എന്താവും എഴുതി വെക്കാം എപ്പോഴും എക്സാമിന്, K+ഉം OH ആയിട്ട് പോകും. അപ്പൊ നമുക്കറിയാം ഈ BRഉം ഈ Kയും ആയിട്ട് നമുക്ക് എന്ത് ചെയ്യടാ, KBr പോയി. അത് ബൈ പ്രോഡക്റ്റ് ആണ്, അവിടെ കിടന്നോട്ടെ, ഒരു മൂലക്ക് കിടന്നോട്ടെ. ഇനി ഇവിടെ ഒരു OH ഉണ്ട്, ഞാൻ ആ OH ഇങ്ങോട്ട് കാണിച്ച്, OH ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഒരു H വരണം. എവിടുന്നാണ് ഹൈഡ്രജൻ ആറ്റം ഇറങ്ങുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. എവിടുന്ന് ഇറങ്ങും എന്നുള്ളത് നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക. ഫങ്ഷണൽ ഗ്രൂപ്പ് Br ഇവിടെയാണ്. അപ്പൊ ഇവിടെയുള്ള ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തതിന് ആൽഫ എന്ന് പറയാം. ആൽഫനെ കണക്ട് ചെയ്ത്, ആൽഫ കാർബണിനെ കണക്ട് ചെയ്ത് 1, 2. അപ്പൊ ഏതൊക്കെയാണ് ബീറ്റ? ഇത് നമ്മളൊരു ബീറ്റയാണ്, ഇത് നമ്മൾ എന്താണ് ഒരു ബീറ്റയാണ്. അപ്പൊ നമുക്ക് 2 ബീറ്റകളാണുള്ളത്. അപ്പൊ ഇവിടെ ഉള്ളത് ബീറ്റ കൊടുക്കരുത് കേട്ടോ. ഫങ്ഷണൽ ഗ്രൂപ്പിനെ കണക്ട് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് ബീറ്റ കാർബൺ എന്നുള്ളത്. അപ്പൊ ഈ ബീറ്റ കാർബണിൽ എണ്ണം കുറവ് അല്ലെ, സോറി എണ്ണം കുറവ് അല്ലെ, ബീറ്റ കാർബണിൽ എണ്ണം കുറവുള്ളത് ഏതാ മക്കള് പറ, ഏതാടാ? അവിടുന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ആരിറങ്ങി വരിക, ഹൈഡ്രജൻ ഇറങ്ങി വരിക. ഇവിടെ 3 ആണുള്ളത് സാറേ, ഇവിടെ 2 ആണുള്ളത് സാറേ. അപ്പൊ 2 ചെറുതെന്നുള്ള എല്ലാവർക്കും മാത്സ് അറിയാം അല്ലെ. അപ്പൊ കുറവുള്ളതിൽ ഇറങ്ങി വന്നാൽ ശ്രദ്ധിച്ചോട്ടോ, എഴുതിച്ചോട്ടോ. CH3 ഒന്നായി ശ്രദ്ധിച്ചോ, CH3 എഴുതി. ഇവിടെ സിംഗിൾ ബോണ്ട് ആണ്, സിംഗിൾ ബോണ്ട് എഴുതി. മക്കളെ CH2ൽ നിന്ന് ഒരു ഹൈഡ്രജൻ ഇറങ്ങി, അപ്പൊ CH ഉള്ളൂ. ഇവിടുന്നാണ് ഹൈഡ്രജൻ ഇറങ്ങിയിട്ടുള്ളത്. ഈ ഹൈഡ്രജനും OHും കൂടിയിട്ട്, ഇവിടെയുള്ള OHും കൂടിയിട്ട് ഇവിടെ എന്തുണ്ട്, ബൈ പ്രോഡക്റ്റ് H2 ഉണ്ടായിട്ടുണ്ട്. അതവിടെ കിടന്നോട്ടെ ബൈ പ്രോഡക്റ്റ്. അപ്പോ ഇവിടുന്ന് ഹൈഡ്രജൻ ഇറങ്ങിയോണ്ട് ഈ ബോണ്ടാണ് എന്ത് ചെയ്യുക, ഡബിൾ ബോണ്ട് ആവുക. ഇനിയാണ് നമ്മളെ ഡബിൾ ബോണ്ട് ആവുക, ഡബിൾ ബോണ്ട്. പിന്നെ ഇവിടെ ബാലൻസ് എന്തുണ്ടാ, CH ഉണ്ട് അല്ലെ, CH ഉണ്ട്. CH പിന്നെ അവിടെ എന്തുണ്ടാ, CH3 ഉണ്ട്. അപ്പോ ഇത് 2 സെപ്പറേറ്റ് ബൈ പ്രോഡക്റ്റ്, പ്ലസ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചാൽ മതി. അപ്പൊ നമുക്ക് കിട്ടിയുടെ ആൻസർ CH3, CH, ഡബിൾ ബോണ്ട് CH, CH3. ഇനി ഇതിലൊരു ഡൗട്ട് വരാനുള്ളത് എന്താണെന്ന് വെച്ചാല്, ഈ BR ഞാൻ ഇവിടെ എഴുതട്ടെ എന്നാ, വേണ്ട മോനെ BR എഴുതാൻ പാടില്ല. BR KBr എന്ന് പറഞ്ഞിട്ട് ബൈ പ്രോഡക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ കൺഫ്യൂഷൻ ഒന്നുമില്ല. കുറവുള്ള ബീറ്റയിലാണ് കുറവുള്ളത്, കുറവുള്ളതിൽ നിന്നാണ് ആര് ഇറങ്ങിപ്പോവുക, കുറവുള്ളോടത്തു നിന്നാണ് ഇപ്പൊ തൽക്കാലം ആര് ഇറങ്ങിപ്പോകുന്നത്, മറക്കണ്ട. കൂടുതലുള്ളോടത്തു നിന്നല്ല ഇറങ്ങിപ്പോവുക, കുറവുള്ളോടത്തു നിന്നാണ് ഇറങ്ങിപ്പോകുന്നത്. ബീറ്റ കാർബണിൽ കുറവുള്ളടത്ത് ഇവിടെയാണ് കുറവ്, ഇവിടെ കൂടുതൽ. അപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ CH3 അങ്ങനെ എഴുതാ, CH ആയി. ഇറങ്ങി പോകുമ്പോൾ ഈ സിംഗിൾ ബോണ്ട് എന്തായി മാറും, ഡബിൾ ബോണ്ട് ആവും. ബാക്കിയുള്ളത് പഴയ പോലെ എഴുതാ, CH, CH3 എന്ന് എഴുതാം. ബൈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അറിയാലോ, KBr എന്ന് എഴുതാ. അതുപോലെ H2 എപ്പോഴും KBr H2 ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഇത് എക്സാമിന് വന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എക്സാമിന് ഒരു പ്രീവിയസ് ഇയറിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നത്, എടാ ഇത് ഇങ്ങനെ ഇറങ്ങി പോവാന്നൊക്കെ പറഞ്ഞു, ഇത് ആര് പറഞ്ഞു ഇങ്ങനെ ഇറങ്ങി പോവാന്ന് ഒരാൾ പറയണ്ടേ. അപ്പൊ സാറ് ഇപ്പൊ ഇതിങ്ങനെ ഇറങ്ങി പോവാന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്കൊരു റൂൾ ഉണ്ട്. ആ റൂള് പ്രകാരമാണ് ഇത് ഇറങ്ങിപ്പോകുന്നത് നമ്മൾ തീരുമാനിക്കുന്നതും. അതുപോലെ ഇതിന്റെ റിസൾട്ട് നിങ്ങൾ നോക്കി നോക്കാം. ഇപ്പോ അല്ല സാറേ, സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാം. ഞാൻ ഒരു ഐഡിയ ചെയ്യട്ടെ, ഇതിന്റെ പ്രോഡക്റ്റ് എന്തായാലും KBr H2O ബൈ പ്രോഡക്റ്റ് അത് വിടാം. അത് വിട്ട് കഴിഞ്ഞാൽ ഞാൻ ബീറ്റൊക്കെ പറഞ്ഞു, ഈ ബീറ്റിനെ ഞാൻ സെലക്ട് ചെയ്യട്ടെ. ഞാൻ ഇതിനെ, അതായത് ഞാൻ ആഗ്രഹിക്കുന്ന ഈ ബീറ്റയിൽ നിന്ന് ഹൈഡ്രജൻ ആയിട്ട് ഇറങ്ങി പോകുന്നതായിട്ട് സങ്കല്പിക്കാം. ഓക്കെ, അപ്പൊ ഒരു പ്രൊഡക്റ്റ് എഴുതിക്കാം. ഇതെന്തായാലും ഒരു പ്രൊഡക്റ്റ് ആണല്ലോ. ഇനി നമുക്ക് ഒരു പ്രൊഡക്റ്റും കൂടെ നമുക്ക് എഴുതാം. എന്തായാലും നമ്മൾ ഇത് വിശ്വസിക്കാം, ഇതാണ് നമ്മളുടെ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ എന്താണ് മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേറെ രീതിയിൽ നമുക്ക് ഇതിനെ ചിന്തിക്കാം. ഈ ബീറ്റയിൽ നിന്നാണ് ഹൈഡ്രജൻ പോയെങ്കിലോ സാറേ ഒന്ന് എഴുതിക്കോ സാറ്. ഇതാ എഴുതിക്കോ, എല്ലാവരും എഴുതിക്കോ. CH3 എഴുതാം, സിംഗിൾ ബോണ്ട് CH2 എഴുതാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാടാ, സിംഗിൾ ബോണ്ട് CH എന്ന് എഴുതാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാടാ, ഡബിൾ ബോണ്ട് CH2 ആവും അല്ലെ. ഇവിടുന്നാണ് ഹൈഡ്രജൻ പോകുന്നതെങ്കിൽ നമുക്ക് എന്താ ഈ പാറ്റേൺ ആവും. അപ്പൊ ഇത് രണ്ടും നോക്കാം. ഇത് രണ്ടും നോക്കി കഴിഞ്ഞാൽ ഇത് ഒരു പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് മൈനർ പ്രോഡക്റ്റ് ആണ്. ഇത് മൈനർ പ്രോഡക്റ്റ് ആണ്. സോ ഇതിന്റെ ആൻസർ ഇതാണ്, ഇത് മൈനർ പ്രോഡക്റ്റ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിന്റെ ആൻസർ പറയുന്നത് വെച്ചാൽ, ഏത് റൂൾ ആണെന്ന് വെച്ചാൽ സെയ്റ്റ്സെഫ് റൂൾ എന്ന് പറയും കേട്ടോ. റൂളിന്റെ പേര് പഠിച്ച മക്കളെ, ഇമ്പോർട്ടന്റ് ആണ് റൂളിന്റെ പേര്. റൂൾ എക്സാമിന് ചോദിക്കോടാ, ഇമ്പോർട്ടന്റ് ആണ്. സെയ്റ്റ്സെഫ് റൂൾ കേട്ടോ, സെയ്റ്റ്സെഫ് റൂൾ. എക്സാം ഓർത്താ മതി. പ്ലസ് 2 പൊട്ടിയാ സേ എഴുതേണ്ടി വരും.
അത് ഓർക്കുക, പൊട്ടണ്ടെങ്കിൽ ഓർത്തോ, എക്സാം എടുത്തിട്ടുണ്ടെങ്കിൽ ഓർത്തോ. സെയ്റ്റ്സഫ് റൂൾ കേട്ടോ, അങ്ങനെ പഠിച്ചു വെച്ചോ, എല്ലാരും പാസ്സാവട്ടെ. ചുമ്മാ സാറ് പറയാണ്, ഓർക്കാൻ വേണ്ടി ചുമ്മാ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, സെയ്റ്റ്സഫ് റൂൾ, സെയ്റ്റ്സഫ് റൂൾ കേട്ടാ, സെയ്റ്റ്സഫ് റൂൾ ആണ്. ഈ സെയ്റ്റ്സഫ് റൂളാണ് എലിമിനേഷൻ റിയാക്ഷൻ പറയുന്നത്. എന്തിന്റെ? KOH ആൽക്കഹോളിന്റെ എലിമിനേഷൻ റിയാക്ഷൻ പറയുന്ന റൂളിന്റെ പേരെന്താടാ പറടാ? സെയ്റ്റ്സഫ് റൂൾ. ഈ സെയ്റ്റ്സഫ് റൂൾ പറയുന്നത് എന്താ? ഇത് വെച്ചിട്ട് നോക്കേ, ഇത് രണ്ടും പാടെ വെച്ചാൽ ഇതിന്റെ എന്താ സെയ്റ്റ്സഫ് റൂൾ എക്സാമിന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഡെഫിനിഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. സെയ്റ്റ്സഫ് റൂൾ നിങ്ങൾ 2 പ്രോഡക്റ്റ് നോക്കി നോക്കേ. ഇവിടെ 2 ബാലൻസ്ഡ് ആണ്, ഇവിടെ 2 കാർബൺ, ഇവിടെ 2 കാർബൺ, പക്കാ ബാലൻസ്ഡ് അല്ലേ, സെൻട്രൽ ഈക്വൽ. എന്നാൽ ഇവിടെ നോക്കുമ്പോഴോ ഇവിടെ ഈക്വൽ ഇവിടെ വരുന്നത്, ഇവിടെ 3 എണ്ണം, ഇവിടെ 1 എണ്ണം. അപ്പൊ നമുക്ക് കമ്പാരിസൺ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇതാണ് ഒന്ന് സ്റ്റാൻഡേർഡ്, 2 ഭാഗത്തും കറക്റ്റ് ബാലൻസ്. അത് തന്നെയാണ് നമ്മളുടെ എന്ത് മേജർ പ്രോഡക്റ്റ്. അപ്പൊ സെയ്റ്റ്സഫ് റൂൾ പറയുന്നത് അതാണ്. അതായത് അതിന്റെ ഡെഫിനിഷൻ എല്ലാവരും എഴുതുമോ? സാർ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി തരട്ടെ, ഒരു ഇംഗ്ലീഷിൽ എഴുതി വെച്ചാൽ മതി എക്സാമിന്. ഓക്കെ, 1 ആൽക്കെയിൻ ഇങ്ങനെ എഴുതിക്കോ, ഗ്രേറ്റർ നമ്പർ ഓഫ്, എല്ലാവരും എഴുതും മക്കളെ. എക്സാമിന് ഷോർട്ടൻ ചെയ്ത് പഠിച്ചാൽ മതിയാണ്, അത് കാണാപ്പാടം പഠിക്കേണ്ടതാണ്. അതിൽ നിങ്ങൾക്ക് എക്സാമിന് ഓർക്കാൻ പറ്റില്ല മക്കളെ. ഗ്രേറ്റർ നമ്പർ ഓഫ്, എല്ലാവരും എഴുതടാ, ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്, greater number, shorten കേട്ടോ, greater number of alkyl group attached to double bonded carbon atom, a greater number of alkyl group attached to the double bonded atom. The pakka rule ഇതാണ് പറയുന്നത്. വേണമെങ്കിൽ എഴുതിക്കോ. The rule state that in hydrohalogenation reaction, if there is possible of formation of more than one alkane in the perfect product form. ഞാൻ പറഞ്ഞില്ല, ഇത് നിങ്ങൾ ഡെഫിനിഷൻ കംപ്ലീറ്റ് പഠിച്ചത് വർക്ക് ആവൂലപ്പാ, എക്സാമുകൾ വർക്ക് ആവൂന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി എന്നാ പറയുന്നത്. ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദി ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം എന്ന് മാത്രം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതായത് ഉദ്ദേശിക്കുന്നതാണ് നമുക്കൊരു മാക്സിമം ആ ഡബിൾ ബോണ്ടർ 2 സൈഡിലും എന്ത് ചെയ്യണം, ആ കാർബൺ എന്നുള്ളത് ബാലൻസ് ആണ്. നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി മക്കളെ, ഒരു പ്രശ്നവുമില്ല കേട്ടോ. അല്ലാണ്ട് പക്ക ഡെഫിനിഷൻ നമുക്ക് എക്സാമിന് ബൈഹാർട്ട് ഇതുപോലെ പോസിബിൾ അല്ല മക്കളെ. നിങ്ങളുടെ ഭാഷയിൽ ഈ മനസ്സിലായ കാര്യം 2 സൈഡിലും കാർബൺ ആറ്റങ്ങൾ എന്താണ്, സിംപ്ലി എന്താടാ, ഡബിൾ ബോണ്ടഡ് ബാലൻസ്ഡ് ആണെന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആടാ. ഈ റൂള് പഠിക്കുക. എക്സാമിന് ചിലപ്പോൾ ഡെഫിനേഷൻ ചോദിച്ചോളന്നില്ല, റൂൾ ആയിരിക്കും കൂടുതൽ ചോദിക്കുക. അപ്പൊ ആ റൂള് ഇത് വെച്ചിട്ട് നിങ്ങൾ പറയണം എന്താടാ, സെയ്റ്റ്സഫ് റൂൾ. എല്ലാരും പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. എടാ നമ്മൾ ഇനി നോക്കുന്നത് ഇമ്പോർട്ടന്റ് ആടാ, റിയാക്ഷൻ വിത്ത് മെറ്റൽ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, റിയാക്ഷൻ വിത്ത് മെറ്റൽ. ഓക്കെ, കാരണം ഇവിടെ നമുക്കൊരു ക്വസ്റ്റൻ എക്സാമിന് പ്രീവിയസ് ഇയർ ലാസ്റ്റ് വന്ന ക്വസ്റ്റൻ ഗ്രിഗനാർഡ് റിയാജന്റ് എന്നാണ് ചോദിച്ചിട്ടുണ്ട്. അത് ഇവിടുന്നാണ്, സിമ്പിൾ ഡെഫിനേഷൻ ആണ്, അതൊക്കെ പഠിക്കണം നമുക്ക് കേട്ടോ. കംപ്ലീറ്റ് കവേർഡ് ആടാ. നിങ്ങൾ വേഗമായിട്ട് പോയി എക്സാം ഹോളിൽ ഈസി ആയിട്ട് എക്സാം എഴുതാൻ പറ്റും കേട്ടോ. സോ റിയാക്ഷൻ വിത്ത് മെറ്റൽ ആടാ, റിയാക്ഷൻ വിത്ത് മെറ്റൽ ഇമ്പോർട്ടന്റ് ആടാ. കെമിക്കൽ റിയാക്ഷൻ ആ പറയുന്നത്. ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നതല്ല, ഇവിടെ പുതുതായിട്ട് പ്രോഡക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രോഡക്റ്റ് ആയി മാറുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഫോർമേഷൻ അല്ല പറയുന്നത്, റിയാക്ഷൻസ് ആണ് പറയുന്നത്. അപ്പൊ റിയാക്ഷൻ വിത്ത് Mg, റിയാക്ഷൻ വിത്ത് Na, ഇത് പഠിക്കുമ്പോൾ 2 ഒരുമിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഇത് 2 പഠിക്കുമ്പോൾ ഒരുമിച്ച് പഠിക്കുക. റിയാക്ഷൻ വിത്ത് Mg, റിയാക്ഷൻ വിത്ത് Na. Mg എന്ന് പറഞ്ഞാൽ മാഗ്നീഷ്യം ആണ്, Na എന്ന് പറഞ്ഞാൽ എന്താടാ, സോഡിയം ആണ്. എല്ലാവർക്കും അറിയാം സോഡിയം ആണ് അല്ലെ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നോക്കാം. സോ ശ്രദ്ധിച്ചോ, വളരെ സിമ്പിൾ ആണ്. RX എടുക്കുക. നമ്മൾ RX 100 അല്ലെ, RX എടുത്തു. ഈ RX എന്ന് പറഞ്ഞാൽ എന്താ, ആൽക്കൈൽ ഹാലൈഡ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. CH3CH2 സംതിങ് വരും, ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെ, മീൻസ് ഹാലോജൻസ്, ഐഡിനോ, ഫ്ലൂറിനോ, ഫ്ലൂറിനോ എന്തെങ്കിലും ഒന്ന് വരും. ഓക്കെ, എന്തോന്ന് വരും, പ്ലസ് അതിന്റെ കൂടെ Mg അല്ലെ. നമ്മൾ പറയുന്ന റിയാക്ഷൻ വിത്ത് Mg ആണ്. Mg മെഗ്നീഷ്യം ആയിട്ട് റിയാക്ട് ചെയ്താൽ ഇൻ ദി പ്രസൻസ് ഓഫ് ഈതർ എന്ന് പറയുന്നത് കേട്ടാ. ഈതർ എന്ന് പറയുന്ന ഒരു പൗഡർ പോലത്തെ ഒരു സാധനമാണ്, ആ ഒരു പൊടിയാണ്. സിംപ്ലി പഠിച്ചു വെക്ക് ഈതർ എന്നുള്ളത് കേട്ടാ. ഈതറിന്റെ പ്രസൻസിൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ Mg ആരുടെ ഇടയിൽ കയറി പോവാടാ, RXന്റെ ഇടയിലേക്ക് കയറിപ്പോവും. RXന്റെ ഇടയിലേക്ക് കയറിപ്പോവും മെഗ്നീഷ്യം ആയിട്ട്. RX എന്ന് പറയുന്ന വണ്ടി ഒരു മെഗ്നീഷ്യം ആയിട്ട് ഇടിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, മെഗ്നീഷ്യം എന്തിന്റെ ഉള്ളിലേക്ക് കയറിപ്പോവും, RX 100ന്റെ ഉള്ളിലോട്ടാണ്ട് കയറിപ്പോവും. RX 100ന്റെ ഉള്ളിലോട്ടാണ്ട് കയറിപ്പോയി എങ്ങനെ ഉണ്ടാവും, Mg ഉള്ളിലോട്ട് പോയി എന്ത് വരാടാ, RMgX. വളരെ സിമ്പിൾ ആണ്, എല്ലാരും ഓർത്തിരിക്കുക, RMgX. ഓക്കെ, ഇതിൽ നിന്നും പ്രീവിയസ് ഇയർ വന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കാണിക്കാടെ. 2023 തോന്നുന്നു, ഓർമ്മ ശരിയാണെങ്കിൽ. ഗ്രിഗനാർഡ് റിയാജന്റ് ഇപ്പൊ തന്നെ പഠിച്ചോ, കാണാപാടൊന്നും പഠിക്കണ്ടടാ. വാട്ട് ഈസ് ഗ്രിഗനാർഡ് റിയാജന്റ്?
എഴുതി വെച്ച ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗ്രിഗനാർഡ് റിയാജന്റ് എക്സാമിന് ചോദിക്കോടാ. അപ്പൊ ഗ്രിഗനാർഡ് റിയാജന്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ലടാ, ആൽക്കൈൽ ഹാലൈഡ് മെഗ്നീഷ്യൂ ആയിട്ട് എന്ത് ചെയ്യടാ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടോടാ, എന്താണ് ഇതിന് പറയാ, ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ് അല്ലെ. ഈ ആറിനെ വിളിക്കുന്നത് ആൽക്കൈൽ ഗ്രൂപ്പാണ്. അപ്പൊ പഠിച്ചോ, ആൽക്കൈൽ. Mg നെ നമ്മൾ എന്താ വിളിക്കുക, പറ, മെഗ്നീഷ്യം. മെഗ്നീഷ്യം. എക്സിനെ നമ്മൾക്ക് എന്ത് പറയാം, ഹാലോജൻ അല്ലെങ്കിൽ ഹാലൈഡ്, രണ്ടും പറയാം. അപ്പൊ ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ് കിട്ടും. അപ്പൊ ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്താ ഗ്രിഗനാർഡ് റിയാജന്റ് എഴുതാവുന്നേ ഉള്ളൂ. അതായത് ശ്രദ്ധിച്ചോ, ഈ ആറിനെ നമുക്ക് ആൽക്കൈൽ എന്ന് പറയാം, എക്സിനെ നമുക്ക് ഹാലോജൻ അല്ലെങ്കിൽ ഹാലൈഡ്സ് എന്ന് പറയാം. ശ്രദ്ധിക്കടാ, ആൽക്കൈൽ ഹാലൈഡ്സ് റിയാക്ട് വിത്ത്, ഡെഫിനിഷൻ പഠിച്ചോ, ആൽക്കൈൽ എല്ലാരും എഴുതിക്കോ, ആൽക്കൈൽ ഹാലൈഡ്സ് റിയാക്ട് വിത്ത് ആരായിട്ട് റിയാക്ട് ചെയ്യും, മെഗ്നീഷ്യം. റിയാക്ട് വിത്ത് മെഗ്നീഷ്യം ഇൻ ദി പ്രസൻസ് ഓഫ് ആരെ, ഈതറിന്റെ പ്രസൻസിൽ അല്ലെ, പ്രസൻസിൽ. അങ്ങനെ കിട്ടുമ്പോ എഴുതിക്കോ, ഇൻ ദി പ്രസൻസ് ഓഫ്, എഴുതിക്കോടാ, ഇൻ ദി പ്രസൻസ് ഓഫ് ഈതർ വി ഗെറ്റ് ആൽക്കൈൽ മെഗ്നീഷ്യം. നിങ്ങൾ എഴുതിക്കോ, ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ്സ് ഈസ് കോൾഡ് ഗ്രിഗനാർഡ് റിയാജന്റ്. അപ്പൊ ഈ ഒരു സെറ്റപ്പിനെ വിളിക്കുന്ന പേര് നമുക്ക് എന്തും കൂടെ പറയാടാ, ഗ്രിഗനാർഡ് റിയാജന്റ് എന്നും കൂടെ പറയാം കേട്ടാ. അപ്പൊ ഈ കിട്ടിയ റിയാക്ഷൻ ആണ് ഗ്രിഗനാർഡ് റിയാജന്റ്. അപ്പൊ എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആടാ, വാട്ട് ഈസ് ഗ്രിഗനാർഡ് റിയാജന്റ്, ഇമ്പോർട്ടന്റ് ആണ്. ഇത് നോർമലി ചോദിക്കും, റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് ഗ്രിഗനാർഡ് റിയാജന്റ് എന്നും കൂടെ ചോദിക്കാം, പഠിച്ചു വെച്ചോ. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ എഴുതാം കേട്ടോ. തൽക്കാലം ഒരു എക്സാമ്പിൾ കൂടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നയുടെ പറയാം കേട്ടോ. അതിപ്പോ തന്നെ അല്ല, അത് കഴിഞ്ഞിട്ട് അടുത്ത് പറയാം. ഇതിന്റെ ഒരു റിയാക്ഷനും കൂടെ പറയാം. അതായത് നമുക്ക് നമുക്കൊരു എക്സാമ്പിൾ ഇട്ടിട്ട് പറയാം. ആറിന് പകരം നമുക്ക് ചുമ്മാ എന്ത് ചെയ്യാം, CH3. എല്ലാവരും എക്സാമ്പിൾ എഴുതടാ. ഇത് ജനറൽ ഫോം ആടാ, ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ആർ എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ്, ഇഷ്ടമുള്ളത് കൊടുത്താൽ പിന്നെ ഒന്നുമില്ല. ഞാൻ CH3 CH2 Br കൊടുത്ത് Dr ക്ലോറിനോ ഫ്ലോറിൻ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഓക്കെ, Mg മാറൂല, മെഗ്നീഷ്യം തന്നെയാണ് റിയാക്ഷൻ നടക്കുന്നത്. ഇൻ ദി പ്രസൻസ് ഓഫ് അത് മാറൂല, ഏതിന്റെ പ്രസൻസിലാണ്, ഈതറിന്റെ പ്രസൻസിലാണ്. സോ എന്താ വരിക, Mg എവിടേക്കാ കയറി പോവാ, വണ്ടിയുടെ ഉള്ളിലോട്ട് പോകും. RX100ന്റെ ഉള്ളിലോട്ട് പോകും എന്ന് പറഞ്ഞ പോലെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ വരുവാടാ, പറ മക്കളെ, CH3 CH2 ഇതിന്റെ ഇടയിലേക്ക് കയറി പോകും അല്ലെ. ഈ ഗ്യാപ്പിലോട്ടാണ് ആര് പോവാ, ആറിന്റെ ഗ്യാപ്പിലോട്ടാണ് പോവാ. വാട്ട് ഈസ് ആർ, എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ് അല്ലെ. ആർ എന്ന് പറഞ്ഞാൽ ഇത്രയും പാർട്ടിലുള്ളൂ മക്കളെ അല്ലെ. ഇതാണല്ലോ എക്സ്, ഇതാണല്ലോ ആർ, ഇതാണല്ലോ എക്സ്. ഇവരുടെ ഇടയിലോട്ടല്ലേ പോവാ, ഇവരുടെ. അപ്പൊ എക്സാമിന് ഓർത്തിരിക്കാം, നിങ്ങൾ ആറിന്റെ പിടിച്ച് വട്ടട്ടച്ച് വെക്കുക, എന്താ പറയാ, എക്സിനെ മാറ്റി വെക്കുക, അതിന്റെ ഇടയ്ക്ക് തട്ടി കൊടുക്കുക. അപ്പൊ എന്ത് വരും, CH3 CH2 ആര് കയറും, Mg കയറും, MgX. ഇതാണ് നമുക്ക് കിട്ടുന്ന എന്താ പ്രോഡക്റ്റ്. അപ്പൊ എക്സാമിന് വരുന്നത് ഈ ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ കണ്ടിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ വരാം, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഗ്രിഗനാർഡ് റിയാജന്റ് എന്താണെന്നൊക്കെ ചോദിക്കാനുള്ളത് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം 2019 അവസാനം വന്നിട്ടുള്ള ഗ്രിഗനാർഡ് റിയാജന്റ്. എക്സാമിന് 2024 ചോദിക്കാം, വാട്ട് ഈസ് ഗ്രിഗനാർഡ് റിയാജന്റ്. അപ്പൊ ഇത് ചോദിച്ചില്ലെങ്കിലും ഗ്രിഗനാർഡ് റിയാജന്റ് എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പഠിച്ചു വെച്ചോ. ഓക്കേടാ, അപ്പൊ ഞാൻ ഇത് റേസ് ചെയ്യട്ടെ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഞാൻ റേസ് ചെയ്യാണ്. ഓക്കെ. ഇനി അടുത്തതാണ്. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞു കേട്ടോ, ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന റിയാക്ഷൻ വിത്ത് സോഡിയം ആടാ. റിയാക്ഷൻ വിത്ത് സോഡിയം, ഇതേ പറഞ്ഞ പോലെ തന്നെ സോഡിയമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ ഉണ്ടാവുക എന്നാ പറയുന്നത്. എടാ, ഈ റിയാക്ഷന്റെ പേരാണ് ഊഡ്സ് റിയാക്ഷൻ. സോഡിയം ഊഡ്സ്. ഈ റിയാക്ഷന്റെ പേര് എക്സാമിന് ചോദിക്കൂട്ടോ. ഈ സോഡിയം എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾ ചോദിക്കും, സിമ്പിൾ ആണ്. ഇതേ സെയിം എക്സാമ്പിളാണ് എക്സാമിന് വരുള്ളൂ, പുതിയതൊന്നും ചോദിക്കൂല, സെയിം സാധനം വരുള്ളൂ. അപ്പൊ വന്നു കഴിഞ്ഞാൽ ആ റിയാക്ഷന്റെ പേര് പഠിച്ചോ. നമ്മൾ ഒരുപാട് റിയാക്ഷനുകളായി പഠിക്കുന്നത്. അപ്പൊ സോഡിയത്തിന്റെ കേസിൽ പഠിച്ച ഊഡ്സ് റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഊഡ്സ് റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഊഡ്സ് വളരെ സിമ്പിൾ ആടാ, 2 R-Xകൾ. ശ്രദ്ധിച്ചോ, ഒരു R-X പ്ലസ് ഒരു R-X. അതായത് 2 R-Xകൾ നമ്മൾ റിയാക്ട് ചെയ്ത് അവിടെ എഴുതാം. ഒരു R-X, അതേപോലെ തന്നെ ഒരു R-X. നമുക്ക് ഇവിടെ ചെയ്യുന്നത് എന്താ, 2 R-Xകൾ നമ്മൾ കമ്പൈൻ ചെയ്യാണ്. പ്ലസ് ഇൻ ദി പ്രസൻസ് ഓഫ് സോഡിയം. 2 ഉള്ളത് കൊണ്ട് ഞാൻ എത്ര സോഡിയം എടുക്കട്ടെ, 2 സോഡിയം എടുക്കട്ടെ. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാ, 2 RX ഉള്ളത് കൊണ്ട്, 2 RX ഉള്ളത്, RX എന്ന് പറയുന്നത് ആൽക്കൈൽ ഹാലൈഡ്. 2 ആൽക്കൈൽ ഹാലൈഡിനെ എന്ത് വെച്ച് ട്രീറ്റ് ചെയ്യുക, 2 സോഡിയവുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് അത് എന്തിന്റെ ഇൻ ദി പ്രസൻസ് ഓഫ് ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ, ഇനിയിപ്പോ ഈതർ എന്ന് പഠിച്ചാലും കുഴപ്പമില്ല, ഡ്രൈ ഈതറും ഈതറും വ്യത്യാസം ഉണ്ട് കേട്ടോ. സോ ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ അപ്പൊ എന്താ കിട്ടാന്ന് അറിയോ? എന്താ കിട്ടാന്ന് ആറ് ഒരുമിപ്പിക്കൂടെ, ആറ് റൂട്ട് ബിസ്ക്കറ്റ് പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ആറ് റൂട്ട് ബിസ്ക്കറ്റ് എന്നൊക്കെ. സോ ആറ് ഒരുമിക്കൂടാ. പിന്നെ ഓട്ടോമാറ്റിക്കിന് ഇവിടെ എന്താ ഉള്ളത്? 2 സോഡിയവും ഉണ്ട്, പിന്നെ എന്താടാ ഒരു എക്സും ഉണ്ട്. അപ്പൊ ആര് ഒരുമിക്കും? 2 സോഡിയവും. അപ്പൊ ഓട്ടോമാറ്റിക് ഒരു എക്സ് എന്ന് എഴുതിയാൽ മതി. എന്തുകൊണ്ടാ സാർ ഒരു എക്സ് എന്ന് എഴുതാൻ കാരണം? ഇവിടെ ഒരു എക്സ് ഉണ്ട് സാറേ, ഇവിടെ ഒരു എക്സ് ഉണ്ട്, അപ്പൊ 2 എക്സ് അല്ലേ ഉള്ളൂ. സാർ എന്താ ഒരു എക്സ് എന്ന് എഴുതാൻ കാരണം വേണ്ടടാ, കാരണം 2 എന്നയുടെ ഇവിടെ 2 ഇവിടെ ഉണ്ടാ. മാത്സ് റൂൾ പ്രകാരം ഇവിടെ 2 ഉണ്ടെങ്കിൽ ഇവിടെ ഒരു എക്സ് ഇട്ട് കഴിഞ്ഞാൽ എന്തുണ്ട് അതിന്റെ മീനിങ്? ഇവിടെ 2 എക്സ് ഉണ്ട് എന്നാ. ഒരു 2NaX പ്ലസ് NaX ആണ് 2NaX. അത് നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് റിയാക്ഷൻ എന്താ കിട്ടുക? 2NaX ആണ് കിട്ടുക. ഈസി അല്ലേ? വളരെ ഈസി അല്ലേ? ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, ഇതന്നെ കേട്ടോ. ഇതിന്റെ എക്സാമ്പിൾ ഞാൻ ഒന്നും ഇങ്ങോട്ട് എഴുതുന്നുണ്ട്, കാരണം ഇത് ജനറിക് ഫോം ആണ്. നമുക്ക് റിയൽ എക്സാമ്പിൾ ആണ് നമ്മൾ എഴുതുന്നത്. CH3Br. അപ്പൊ എത്ര CH3Br ഉണ്ടാവും എക്സാമിന്? 2 CH3Br ഉണ്ടാവും. അപ്പൊ ഞാനത് ഇവിടെ കാണിക്കുന്നുണ്ട് എക്സാമിന്, ഒരു Br CH3. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. CH3Br എന്ന് പറഞ്ഞാൽ എന്താടാ? RX ആണ്. ഇവിടെ ഒരു RX തിരിച്ചിട്ടാണ്, മനസ്സിലായോ? ഇവിടെ 6 ഇവിടെ X തിരിച്ചിട്ടാണ് കേട്ടാ. ബോത്ത് ആർ സെയിം. സാർ ഇവിടെ 2 ഒരുമിച്ചായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് തിരിഞ്ഞെടുക്കുന്നത് കൺഫ്യൂഷൻ ആവണ്ട. RX കേട്ടാ, RX പ്ലസ് അതിൽ നമ്മൾ എന്താ ആഡ് ചെയ്തിരിക്കണ? സോഡിയം ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് എക്സാമിന് അപ്പോൾ ഉറപ്പാ 2 വരുള്ളൂ, 2 സോഡിയം വരുള്ളൂ. ഈ സോഡിയത്തിന് പകരം വേറെ ഒന്നും വരൂലടാ. കാരണം എന്താണ്? സോഡിയം ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിയാക്ഷൻ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എഴുതിക്കോ, എല്ലാവരും എഴുതിക്കോ. RR ഒരുമിക്കും എന്ന് പറഞ്ഞാൽ ആര് ഒരുമിക്കും? CH3 ഒരുമിക്കും അല്ലെ? ഇവരാണല്ലോ RR ആൽക്കൈൽ ഗ്രൂപ്പുകൾ, അവർ ഒരുമിക്കും. പിന്നെ എന്താ ഉണ്ടാവുക? 2 NaBr. എല്ലാവരും എഴുതി കാണണം. വെരി ഗുഡ് 2 NaBr എല്ലാവരും എഴുതിണ്ടാവും. വളരെ ഈസിയാണ്, എല്ലാവരും എഴുതി കാണണം. ഓക്കേടാ, വളരെ ഈസി അല്ലേ? ഈ റിയാക്ഷന്റെ പേര് പഠിച്ചു വെക്കും മക്കളെ. ഊഡ്സ് റിയാക്ഷൻ, അത് ഇമ്പോർട്ടന്റ് ആടാ. ഊഡ്സ് റിയാക്ഷൻ എന്താണ്? ഊഡ്സ് റിയാക്ഷൻ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ സാധ്യതന്റെ പ്രീവിയസ് ഇയറിന് വാട്ട് ഈസ് ഊഡ്സ് റിയാക്ഷൻ? ഊഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? അപ്പൊ നിങ്ങൾ ഡെഫിനിഷൻ മക്കളെ ബൈഹാർട്ട് ചെയ്യാണ്ടടാ. വളരെ സിമ്പിൾ. എന്താ പറ? ഒരു RX100 ഉം ഒരു RX100, 2 RX100 വണ്ടിയായിട്ട് വന്നിട്ട് അതിന്റെ സെന്ററിൽ ആര് വരും? 2 സോഡിയം വരും. ദാറ്റ് ഈസ് സോഡിയം. കാരണം 2 RX100 വന്നാൽ 2 സോഡിയം വരണ്ടേ? രണ്ടാൾക്കും ബാലൻസ് ആവണ്ടേ? അപ്പൊ എന്നിട്ട് ഔട്ട്പുട്ട് എന്ത് കിട്ടും? ഡ്രൈ ഈതറിന്റെ പ്രസന്റിൽ പഠിച്ചാൽ എന്ത് കിട്ടുവാടാ? RRകൾ ഒരുമിക്കും. പിന്നെ നമുക്ക് എന്ത് കിട്ടുവാടാ? 2 സോഡിയം ആരും ഉണ്ടാവും. 2 സോഡിയം നമുക്ക് അവിടെ കൊടുത്ത ഹാലോജൻ എന്താണോ 2NaBr ആണെങ്കിൽ NaBr ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഊഡ്സ് റിയാക്ഷൻ. അപ്പൊ എന്താ ഊഡ്സ് റിയാക്ഷൻ എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഭാഷയിൽ ഒരു എക്സാമ്പിൾ എഴുതിയിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഷ ഇംഗ്ലീഷിൽ എഴുതിയാൽ മതിയടാ. എന്ത് എഴുതാ? 2 ആൾക്കാർ ഒരുമിച്ച് നിങ്ങൾക്ക് എഴുതാം. അപ്പൊ അല്ലെങ്കിൽ സിംപ്ലി ഞാൻ ഇതിന്റെ ഡെഫിനിഷനാ പറയുന്നത്, ഞാൻ എഴുതണമെങ്കിൽ എഴുതിക്കോ. ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് സോഡിയം ഇൻ ദി പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ to give alkyl with double the number of carbon atom. This reaction is known as Wurtz reaction. ഈ പറഞ്ഞ പോലെ ഒന്നും നിങ്ങൾ എക്സാമിന് എഴുതണമെന്നില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കോൺസെപ്റ്റ് ഈ ജനറൽ ഫോം എഴുതിയാൽ തന്നെ മനസ്സിലാവൂടാ. ഈ ജനറൽ ഫോം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അവർക്ക് മനസ്സിലാവും പക്കാ സ്റ്റുഡന്റ് ആണ്, ഊഡ്സ് റിയാക്ഷൻ അറിയുന്ന പക്കാ സ്റ്റുഡന്റ് ആണ്. പിന്നെ നിങ്ങളെ ഭാഷയിൽ എന്തെങ്കിലും എഴുതി പിടിപ്പിച്ചാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഇട്ട് തരുവാടാ. കെമിസ്ട്രിയിൽ ഒരിക്കലും ലാംഗ്വേജ് നോക്കിയിട്ടല്ലടാ മാർക്ക് ഇടുക. ലാംഗ്വേജ് നോക്കിയിട്ട് മാർക്ക് ഇടുകയാണെങ്കിൽ സാർ ഒരു കാരണവശാലും സ്കൂളിലെ ടോപ്പർ ആവൂല. മനസ്സിലായ? ഞാൻ ഇംഗ്ലീഷ് വളരെ വീക്കാ, പക്ഷെ കെമിസ്ട്രിയിലെ സ്കൂൾ ടോപ്പറാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കാരണവശാലും ഇംഗ്ലീഷ് ലെവലിലല്ല മാർക്ക് ഇട്ട് തരുന്നത്, നമ്മൾ കോൺസെപ്റ്റ് പക്കയാണോ എന്നാണ് അവര് നോക്കാം. ഓക്കേടാ, അടുത്തതിലോട്ട് പോവാം. ഓക്കെ മക്കളെ, നമ്മൾ അടുത്ത് നോക്കുന്നതാടാ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എല്ലാവർക്കും പേടിയുള്ള സാധനം. ഈ പേര് കേൾക്കുമ്പോഴാണ് പേടിയുള്ളൂ. സംഭവം വളരെ സിമ്പിൾ ആണ്. ഞാൻ ആദ്യം പറയും, ഇത്രയും പഠിച്ചതിന്റെ അത്രയും ടഫ് ഇല്ലാത്തൊരു ടോപ്പിക്കാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ന്യൂക്ലിയോഫിലിക് എന്ന് പേര് കേൾക്കുമ്പോൾ കിളി പോകുന്ന പേരാണ്, കാരണം ന്യൂക്ലിയോഫിലിക് ആണ്. അതുകൊണ്ട് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെഡിസിനാണ് ന്യൂക്ലിയോഫിലിക്. അത് ആദ്യമേ നിങ്ങൾ ഓർത്താൽ മതി. 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇലക്ട്രോഫിലിക്കും ഉണ്ട്, ന്യൂക്ലിയോഫിലിക്കും ഉണ്ട്. അതാണ് ആദ്യം പഠിക്കണം. നമ്മൾ പ്ലസ് 2 ഒക്കെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പോകുന്നതല്ലേ. ഇലക്ട്രോഫിലിക്കും ഉണ്ടടാ, ന്യൂക്ലിയോഫിലിക്കും ഉണ്ട്. 2 ആൾക്കാരുണ്ട്. ഒന്ന് ഇലക്ട്രോഫിലിക്കും ഉണ്ട്, ഒന്ന് എന്തുണ്ടാ ന്യൂക്ലിയോഫിലിക്കും ഉണ്ടാ. അതായത് ഇലക്ട്രോഫിലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ലവിങ് ആണ്. ഒന്ന് പഠിച്ചു വെച്ചോ. ഇലക്ട്രോൺ ലവിങ്, ഭയങ്കര സ്നേഹമുള്ള ആളാണ്. ഇലക്ട്രോണിനോട് ഭയങ്കര എന്താ സ്നേഹമുള്ള ആളാണ്. അതായത് കൂടുതൽ ഇലക്ട്രോണുകളുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യോടാ, ഇയാൾ അറ്റാക്ക് ചെയ്യും. ഇയാൾക്ക് ഇലക്ട്രോണിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇലക്ട്രോഫിലിക്കിന് ഇലക്ട്രോണിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കൂടുതൽ ഇലക്ട്രോൺ ഉള്ള സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യോടാ, അറ്റാക്ക് ചെയ്യും. എങ്ങനെ അറ്റാക്ക് ചെയ്യും?
ഇലക്ട്രോൺ കൂടുതൽ എവിടെയാണോ കാണുന്നത്, കൂടുതൽ കാണുന്നിടത്ത് പോയിട്ട് ആരെന്ത് ചെയ്യടാ, ഇലക്ട്രോഫിലിക്ക് അറ്റാക്ക് ചെയ്യും. ഇതിന്റെ നേരെ റിവേഴ്സ് ആണ് എന്ത്, ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഇതിന്റെ നേരെ റിവേഴ്സ് ആണെന്ത്, ന്യൂക്ലിയോഫിലിക് എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോൺ കുറവുള്ള ഭാഗത്താണ് ആര് അറ്റാക്ക് ചെയ്യുക, ഇലക്ട്രോൺ കുറവുള്ള ഭാഗത്താണ് എന്ത് ചെയ്യുക, കുറവുള്ള ഭാഗത്ത് അറ്റാക്ക്. അപ്പൊ നിങ്ങൾ ഒരെണ്ണം പഠിച്ചാൽ മതി, എല്ലാവരും പഠിക്കുന്നതാണ്. ഇലക്ട്രോഫിലിക് മാത്രം എല്ലാവരും പഠിക്കുള്ളൂ. ഇലക്ട്രോൺ ലവിങ് എന്ന് പറഞ്ഞ് പഠിക്കും. അപ്പൊ ഇലക്ട്രോൺ കൂടുതൽ ഉള്ളിടത്ത് പോയിട്ട് ആരും തീയോടെ ഇലക്ട്രോഫിലിക് അറ്റാക്ക് ചെയ്യും. ന്യൂക്ലിയോഫിലിക് എന്ന് പറഞ്ഞ നേരെ റിവേഴ്സ്. തൽക്കാലം ഇത് മതി. ഇതിൽ കൂടുതൽ ഇത് നിങ്ങൾ മേഞ്ഞ് പഠിക്കാൻ പോകണ്ടെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ ഇതിന്റെ പിക്ചർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ ഒക്കെ പ്രശ്നം ഇതാണ്. ഈ NU- ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ജി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ കാണും. അത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ കിളി പോകുന്നത്, നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ടെൻഷൻ ആവുന്നത്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അത് ആവശ്യമില്ല. സാറിന് എക്സാമ്പിൾ നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലായിക്കോളും കേട്ടാ. തൽക്കാലം അത് മതി. ഇനി നമുക്ക് വേണ്ട മെയിൻ സാധനങ്ങൾ പഠിക്കാം കേട്ടാ. ഒരു 8 എണ്ണ, ഒരു 8 എണ്ണാണ് എക്സാമിനുള്ളത്. ഈ 8 എണ്ണം ടപ്പിച്ചിട്ട് നമ്മൾ പഠിക്കും സിമ്പിൾ ആയിട്ട്. ഓക്കേടാ. സോ നമ്പർ വൺ എന്താ, റിയാക്ഷൻ വിത്ത് അക്വസ് ആൽക്കലി. എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അക്വസ് ആൽക്കലി. എടാ ഇവിടെ ഞാൻ പറഞ്ഞു നേരത്തെ കൺഫ്യൂഷൻ വരാൻ പോകുന്ന സ്ഥലമാണ് ഇവിടെ കേട്ടാ. ഞാൻ പറഞ്ഞു നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു സാറ്, CH3C സെയിം എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞിരുന്നത്. സെയിം എക്സാമ്പിൾ ആണ് പറയുന്നത്. KOH എടുത്തപ്പോ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ആൽക്കഹോൾ ആണ്, ഇത് അക്വസ് ആണ്. അക്വസ് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ അക്വസ്. അപ്പൊ അക്വസ് എന്ന് പറഞ്ഞാൽ വെള്ളം ചേർത്ത സാധനം എന്നാണ്. വെള്ളം ചേർത്ത ഭയങ്കര പ്രശ്നമാണ്. ടോട്ടലി നമ്മളെ പ്രോഡക്റ്റിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ആൽക്കഹോൾ കിട്ടും. നമുക്ക് കള്ളുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പരിപാടി ചെയ്താൽ മതി. എന്തില്, CH3CH2Br എന്ന് പറയുന്ന ആൽക്കൈൽ ഹാലൈഡില് അക്വസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ വെള്ളം അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യാ അല്ലെ, ഒരു ആൽക്കൈല് നമ്മള് അക്വസ് എന്ന് പറയുന്ന സാധനം വെള്ളമാണ്. ആൽക്കഹോൾ കൊടുത്ത് ആള് തട്ടിപ്പോന്ന് ഓർത്താൽ മതി. അപ്പൊ നമ്മൾ വെള്ളം അടിക്കാൻ ആൾക്കാർ ഉപയോഗിക്കുന്ന അങ്ങനെ വെള്ളം എടുക്കും, അതിനുള്ളിൽ കുറച്ച് വെള്ളം അല്ലെ ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടി വെള്ളം വീട്ടും, അങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന ആളുകൾ ചെയ്യരുത്. ആരും ഡ്രിങ്ക്സ് കഴിക്കരുത്, പ്രൊമോട്ട് ചെയ്യുന്നതല്ല സാറ്, എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ എക്സാമ്പിൾ ഇത് വന്നാൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാ. എടാ അക്വസ് വന്നാൽ വെള്ളം ചേർത്ത് ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കിട്ടുക എന്താണ്, നമുക്ക് എന്താ കിട്ടുക, ഒരു ആൽക്കഹോൾ ആണ് കിട്ടുക. നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു ആൽക്കഹോൾ ആണ് നമുക്ക് എന്ത് ചെയ്യാടാ കിട്ടുക എന്ന് നിങ്ങൾ ഓർത്താൽ മതി, സിമ്പിൾ ആയിട്ട് കേട്ടോ. അപ്പൊ ഇവിടെ വല്ല റിസ്ക് എടുക്കരുത്. ഇവിടെ നിങ്ങൾ ആൽഫ ബീറ്റ കാർബൺ ആറ്റത്തിൽ പോയി അറ്റാക്ക് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കാനൊന്നും നിങ്ങൾ പോകണ്ടെന്നാ പറയുന്നത്. നിങ്ങൾ ആൽക്കഹോൾ കിട്ടാന്ന് ഓർത്താൽ എത്രയേ ഉള്ളൂ, K+ഉം OH- ആയിട്ട് പോകും. അപ്പൊ എന്ത് ചെയ്യാ, ഈ OH ആണല്ലോ ഇവിടെ കയറുന്നത്. ഈ Br-ന്റെ സ്ഥാനത്ത് ആര് കയറോടാ, നിങ്ങൾ ഇവിടെ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടിലേക്ക് ഒന്നും ചിന്ത പോണ്ട. ഈ Br-നെ മാറ്റിയിട്ട് അവിടെ ആരിട്ട് കൊടുത്താൽ മതി, OH ഇട്ട് കൊടുത്താൽ മതി. OH ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൽക്കഹോൾ കിട്ടും. ഏത് ആൽക്കഹോൾ, 1, 2 അല്ലെ, ഇതിൽ ആൽക്കഹോൾ കിട്ടും. അപ്പൊ ആൽക്കഹോൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് OH അവസാനിക്കുന്നതിന് ആൽക്കഹോൾ എന്ന് പറയാം കേട്ടോ. അപ്പൊ ഇവിടെ എന്തുണ്ട്, K ഉണ്ട് Br ഉണ്ട്, ബൈ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് കിട്ടാടാ, KBr കിട്ടും. ഇത് എക്സാമിന് ഒരു കൺഫ്യൂഷൻ ആവരുതടാ. ഏറ്റവും കൂടുതൽ വന്നത് നമ്മൾ മുന്നേ പഠിച്ചത് തന്നെയാണ് ആൽക്കഹോൾ, KOH ആൽക്കഹോൾ. അവിടെ വരുമ്പോഴാണ് ആൽഫ ബീറ്റാണിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കൊടുക്കുന്നത്. അവിടെ പറയുന്ന റൂൾ എന്താണ് എക്സാം എഴുതേണ്ടി വരും. നിങ്ങൾ പൊട്ടിക്കഴിഞ്ഞാൽ പറയണ്ട, മനസ്സിലായ SATSF റൂള് മറക്കണ്ട കേട്ടാ. ഓക്കെ, ഇനി റിയാക്ഷൻ വിത്ത് വാട്ടർ, നമുക്ക് വേഗം പോവാൻ അടുത്തത്. റിയാക്ഷൻ വിത്ത് വാട്ടർ, എടാ ജസ്റ്റ് വെള്ളം ചേർത്താലും നമുക്ക് എന്ത് കിട്ടും, ആൽക്കഹോൾ കിട്ടുന്നതാണ്. സെയിം എക്സാമ്പിൾ പഠിച്ചോ. ഇതൊക്കെ റയറാണ്, വന്നിട്ടുണ്ട്, പക്ഷെ ഇതൊക്കെ സിമ്പിൾ ആണ്. വന്നാൽ നമ്മളെ ഭാഗ്യം. ജസ്റ്റ് H2O ചേർത്താ, വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽക്കഹോൾ കിട്ടും അല്ലെ. H2O നമുക്ക് കിടക്കുന്നുണ്ടാ, നമുക്ക് ആവശ്യമുള്ള OH അവിടെ കിടക്കുന്നുണ്ട്, OH- Br-നെ കമ്പൈൻ ചെയ്ത് എല്ലാവരും എഴുതിക്കോ, ഇതൊക്കെ എളുപ്പമാണ്. CH3CH2 എന്താ കൂടാ, OH, നമുക്ക് ആൽക്കഹോൾ കിട്ടും. ബൈ പ്രൊഡക്റ്റ് എന്ത് കിട്ടും, ഒരു H2O കിട്ടും അല്ലെ. ബൈ പ്രൊഡക്റ്റ് H2O, ബൈ പ്രൊഡക്റ്റ് H2O അല്ല, HBr അല്ലെ. ഇവിടെയുള്ള H-ഉം ഇവിടെയുള്ള Br-ഉം കേട്ടോ. സാറ് തെറ്റുമ്പോൾ നിങ്ങൾ തിരുത്തി തരണം കേട്ടോ. മെസ്സേജ് ഒക്കെ ആയിട്ട് അയക്കാം. എന്തെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ മെസ്സേജ് അയക്കാം, സാറ് പിൻ ചെയ്ത് വെക്കൂട്ടോ. അങ്ങനെ നിന്നാല് പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് സാറ്. കാരണം ഇത് റീ റെക്കോർഡിങ്ങോ ചെക്കിങ്ങോ ഇല്ല, പടയാണ്. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് നിങ്ങൾക്ക് മനസ്സിലാവാം, നിങ്ങൾ എക്സാം ശരിയാക്കാന്ന് സാർക്ക് ലക്ഷ്യമുള്ളൂ. ഏതെങ്കിലും ഒരു വീഡിയോ മിസ്റ്റേക്ക് കണ്ട അപ്പൊ സാർക്ക് മെസ്സേജ് അയക്കാം, സാർ എന്ത് ചെയ്യും, പിൻ ചെയ്യണ്ട കേട്ടോ. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോവാം. റിയാക്ഷൻ വിത്ത് എന്താടാ, റിയാക്ഷൻ വിത്ത് സോഡിയം ആൽക്കോക്സൈഡ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് റിയാക്ഷൻ വിത്ത് സോഡിയം ആൽക്കോക്സൈഡ്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടാ, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ടാ. അപ്പൊ ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണടാ.
ഓക്കെ. എടാ ആൽക്കോ ആലൈൻസ് റിയാക്ട്, നമ്മൾ ആൽക്കോ ആലൈൻസിന്റെ കെമിക്കൽ റിയാക്ഷൻ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരെ. ഇവ ആൽക്കോ മീൻസ് ഹാലോ ആൽക്കൈൻസിൽ നമ്മൾ എന്ത് ചെയ്യാടാ, ഇവിടെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്, ശ്രദ്ധിച്ചോ മക്കളെ, റിയാക്ഷൻ വിത്ത് സോഡിയം ആൽക്കോക്സൈഡ്. എടാ സോഡിയം ആൽക്കോക്സൈഡ്. ഓക്കെ, ഈ ആൽക്കോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം RONA ആണ്. നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പൊ ഇത് നിങ്ങൾ കാണാപാടൊന്നും പഠിക്കണ്ടടാ, ഇത് വന്നാലല്ലേ, വരുമ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇത്ര ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ പറയുന്നില്ല, എക്സാമിന് വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമായിരിക്കും കേട്ടോ. നോക്ക്, അപ്പൊ CH3 നമുക്കൊരു ആൽക്കൈൽ ഹാലൈഡ് ഗ്രൂപ്പ് എടുക്കാം, CH3Br, ഏറ്റവും ചെറുതായിട്ടുള്ള CH3Br. ഇതിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇതേപോലത്തെ അല്ലെ ആൽക്കോക്സൈഡ് ഉള്ള ഒരു ഗ്രൂപ്പ് എഴുതാടാ, CH3CH2 പിന്നെ ആ സാധനം RONA ആണല്ലോ ജനറലി, ആണ് ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ONA ഇതിന്റെ ബൈസെന്റർ ആയിട്ട് ലാസ്റ്റ് തട്ടി കൊടുക്കാം. അപ്പൊ എന്താണ് റിയാക്ഷൻ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്, എന്താണ് ബൈ പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എക്സാമിന് ഇങ്ങനെ വന്നാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നോക്കിയാൽ മതിയടാ. സിംപ്ലി നിങ്ങൾ എന്താ ചെയ്യേണ്ടതാ വെച്ചാല്, ഈ പാർട്ടില്ലേ, ഈ പാർട്ട് ഇത് നേരെ തലതിരിയും, ഇങ്ങനെ പഠിച്ചു വെക്കേണ്ട സാധനമുള്ളൂ. നമുക്ക് കിട്ട ഈതർ, നിങ്ങൾ ഓർത്ത് വെക്കുക, ഈതർ ആണ് നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിടക്കുക. വാട്ട് ഈസ് ഈതർ? ROR പഠിച്ചു വെച്ചോ, ROR ആണ് നമ്മളെ ഈതർ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. റിയാക്ഷൻ വിത്ത് സോഡിയം ആൽക്കോക്സൈഡ് വന്നാൽ ഇവർ നേരെ തിരിയും, ഒരു ROR കിട്ടുമെന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ അങ്ങോട്ട് തിരിക്കുക. ഇത് നേരെ അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ എന്താ കൂടാ, CH3. ഇവിടെ നമ്മൾ എന്താ കൂടാ, ആര് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ആര് പോകും, Na പ്ലസും Br മൈനസും അല്ലെ. Br നമുക്കറിയാം ചാർജ് മൈനസ് ആണ്, ഇത് പിരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടോടാ, Na പ്ലസും പിന്നെ O മൈനസ്. ഈ O മൈനസ് എന്ന് പറയുന്നത് മൊത്തത്തിലാണ് ആയി പോവുക, നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ ആവരുത്, ഇത് മൊത്തം ഒരു ഗ്രൂപ്പാണ്. അതിൽ Na പ്ലസ് അങ്ങനെ ആയിട്ട് പോയി, പിന്നെ O മൈനസ് ഈ മൊത്തം ഗ്രൂപ്പായിട്ടാണ് പോവുക, മനസ്സിലായ? അപ്പൊ ഈ NAയും ഈ Br-ഉം, കാരണം ഇത് പ്ലസും ഇത് മൈനസും അല്ലേ, ഇവർ കമ്പൈൻ ചെയ്യുമല്ലോ, ഇവർ കമ്പൈൻ ചെയ്യുന്ന ബൈ പ്രൊഡക്റ്റ് എന്ത് കിട്ടോടാ, NaBr കിട്ടും. ഒരു ബൈ പ്രൊഡക്റ്റ് അടക്കം എടുക്കട്ടെ. ഇനി മേജർ പ്രൊഡക്റ്റ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. മേജർ പ്രൊഡക്റ്റ് ആണ് ഈതർ. അപ്പൊ ഈതർ എങ്ങനെ കിട്ടുന്ന, അത് നേരെ എങ്ങനെ തിരിയും, ഇത് നേരെ എങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഇല്ലട്ടോ, ഇവിടുന്ന് പോയിരിക്കുന്നപ്പോ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടോടാ, പറ എന്ത് കിട്ടും, CH3. ഇനി നേരെ തിരിച്ചു, സോ O CH2 CH3. സോ ഇതൊരു ഈതർ ആണ്, ജനറലി ഇതൊരു എന്താടാ, ഈതർ ആണ്. ROR പാറ്റേൺ ആടാ, ദാറ്റ് ഈസ് ഈതർ. ഓക്കെ, കൂടുതൽ ടെൻഷൻ അടിക്കണ്ട, സിമ്പിൾ ടെക്നിക്ക് പഠിച്ചു വെച്ചാൽ മതി. എക്സാമിന് വന്നാൽ, ഇത് ഞാൻ പറഞ്ഞത് കാണാപാഠം പഠിച്ച് പോകണ്ടടാ, എക്സാമില് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വന്നില്ലെങ്കിൽ വന്നില്ല, അത്ര ഭയങ്കര സംഭവമായിട്ട് ഇമ്പോർട്ടന്റ് ഇല്ല, നോട്ട് ചെയ്ത് വെക്കാന്ന് മാത്രം കേട്ടാ. വരാണെങ്കിൽ ആൻസർ വേണം. എടാ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, KCNകൾ വരാൻ പോവാണ്, പൊട്ടാസ്യം സയനൈഡ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. 1, 2, 3, 4 എണ്ണാണ് ഇവിടെ വരാൻ പോകുന്നത്. ഈ 4 കൂടെ കഴിഞ്ഞ് ഈ 4 ഒരുമിച്ചാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത്. പെട്ടെന്ന് ടെക്നിക്കലി ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങളെ കേട്ടാ. ഇതൊരു കൺഫ്യൂസിങ് ആവുന്ന ഒരു ഏരിയ ആണ് റിയാക്ഷൻ വിത്ത് KCN. ട്രിക്കിൽ നമുക്ക് പഠിക്കാം, കേട്ടാ. സോ ഫസ്റ്റ് വൺ, റിയാക്ഷൻ വിത്ത് KCN എടാ. റിയാക്ഷൻ വിത്ത് KCN എന്ന് പറയുമ്പോൾ നമ്മൾ ആൽക്കൈൽ ഹാലൈഡിന്റെ കാര്യം മക്കളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടോപ്പിക്, നമ്മുടെ ചാപ്റ്റർ ആൽക്കൈൽ ഹാലൈഡ് ആണ് അല്ലെ, ആലോ ആൽക്കൈൻ ആണ്. ആലോ ആൽക്കൈൻ എന്ന് പറയുന്നതാണ് ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്ന ഒരു സാധനം. ഇവിടെ നമ്മൾ എന്ത് വന്നു കഴിഞ്ഞാൽ, KCN വന്നു കഴിഞ്ഞാൽ, നമ്മൾ പറയാൻ പോവാണ് KCN വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നാണ്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉള്ളതാടാ. R-Xൽ KCN ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ നമുക്കറിയാം KCN എങ്ങനെ പിരിയാം, K പ്ലസും എഴുതിക്കോട്ടെ, അപ്പൊ എഴുതി പോയിക്കേ, K പ്ലസും നമുക്ക് CN മൈനസും ആയിട്ടാണ് പോവാ, K പ്ലസും CN മൈനസും ആയിട്ടാണ് പോവാ. ഈ CN എങ്ങനെ അടിക്കും, ഈ CN ഓട്ടോമാറ്റിക്കലി R-നായിട്ട് അറ്റാച്ച്ഡ് ആവും, ദാറ്റ് ഈസ് RCN എന്ന് പറഞ്ഞ ഗ്രൂപ്പ് കിട്ടും. പ്ലസ് ബാലൻസ് പിന്നെ എന്താ കിട്ടും, അവിടെ നമുക്ക് എന്താ KX കിട്ടും, KX എന്ന് പറഞ്ഞാൽ നമുക്കറിയാം KBr ആണ് അല്ലെ. ഇവിടെ നമുക്കറിയാം ഹാലോജന്റെ എപ്പോഴും സൈന് മൈനസ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ഹാലോജനും, ഫ്ലൂറിൻ ആവട്ടെ, അയോഡിൻ ആവട്ടെ, ബ്രോമിൻ ആവട്ടെ, എല്ലാം എന്താണ് മൈനസ് ചാർജ് ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇത് മൈനസ് ചാർജ് ആണ്, അതുകൊണ്ട് ഇവിടെയുള്ള K പ്ലസ് ആണ് പോസിറ്റീവ്. അപ്പൊ ഇവർ തമ്മിലല്ലേ അറ്റാച്ച് ചെയ്യാം. അപ്പൊ KX ആണ് നമുക്ക് കിട്ടുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇടാം, CH3 CH2 എക്സാമ്പിൾ എഴുതിക്കോട്ടോ, CH3 CH2 എൻഡിൽ ഞാൻ ഒരു Br2 എന്ന് കൂട്ടാം, എന്തു ആവാം, ഹാലോജൻ എന്ത് വരാം, പ്ലസ് KCN, ഇത് ഫിക്സ്ഡ് ആണ്. അപ്പൊ ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടൂടാ, ഈ Kയും ആരും കൂടെ കണക്ട് ആവും, KBr എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. അത് ബൈ പ്രോഡക്റ്റ് ആണ്, മെയിൻ പ്രോഡക്റ്റ് അല്ല. സോ മെയിൻ പ്രോഡക്റ്റ് എന്താ വരിക, CH3 CH2. ഈ CN ഇങ്ങോട്ട് വരും, Br-ന്റെ അവിടെ വരും. ഇതാണ് നമ്മുടെ എന്താടാ മെയിൻ പ്രോഡക്റ്റ്. ഈ എക്സാമ്പിളിന് വെക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്, രണ്ടും നിങ്ങൾ പഠിച്ചോ. ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. എക്സാമിന് വരുമ്പോൾ ശ്രദ്ധിക്കുക, ഈ CN-ന്റെ കേസ് എപ്പോഴും വരുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടാ, KCN
ഇനി രണ്ടാമത്തെ കേസിലോട്ട് നമുക്ക് പോവാം. എല്ലാവരും നോട്ട് എന്ന് വിചാരിക്കുന്നത്. രണ്ടാമത്തെ കേസ് ഈ മൂന്നെണ്ണ പട്ടക്കന് ഒരുമിച്ച് സാറ് സെറ്റ് ചെയ്തിട്ടുള്ളത് ശ്രദ്ധിച്ചോ. റിയാക്ഷൻ വിത്ത് സിൽവർ സയനൈഡും, റിയാക്ഷൻ വിത്ത് പൊട്ടാസ്യം നൈട്രേറ്റും, റിയാക്ഷൻ വിത്ത് സിൽവർ നൈട്രേറ്റും. ഇത് മൂന്ന് ഒരുമിച്ച് പഠിക്കുന്നതാണ് പറയുകയാണെങ്കിൽ നല്ലതുണ്ടാവും കേട്ടോ. ഇത് കൺഫ്യൂഷൻ ആവും, കാരണം അങ്ങോട്ട് കൊണ്ട് ചെറിയൊരു ചേഞ്ച് മാത്രമേ ഓർക്കുന്നുള്ളൂ. സോ റിയാക്ഷൻ വിത്ത് സിൽവർ സയനൈഡ്, സിൽവറിന്റെ ലെറ്റർ എല്ലാരും പറഞ്ഞ വാട്ട് ഈ സിൽവർ Ag, സയനൈഡ് എന്താടാ Cn. അപ്പൊ കൺഫ്യൂഷൻ ഇല്ലല്ലോ. സിൽവർ സയനൈഡ്. റിയാക്ഷൻ വിത്ത് സിൽവർ സയനൈഡ് നമ്മൾ എന്തിന്റെ കെമിക്കൽ റിയാക്ഷൻ ആണ് പറയുന്നത്? RX100ന്റെ കെമിക്കൽ റിയാക്ഷൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. RX100 അല്ലെ, RXന്റെ കെമിക്കൽ റിയാക്ഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്ത് വന്നാൽ AgCN വന്നാൽ ഇംപ്ലൈസ് എന്തുണ്ടാവാം മക്കളെ നോക്ക്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സിൽവറിന്റെ കേസിൽ സയനൈഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ പണി പാളും. Cn പകരം Nc ആകും. എടാ നമ്മൾ സെയിം സാധനം എക്സാമിന് പഠിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചോ. അതായത് RCN എന്നാണ് ഇപ്പൊ എല്ലാരും എഴുതാൻ പോവാ അല്ലെ. ബൈ പ്രൊഡക്റ്റ് എന്താ കിട്ടുക? AgX ആണ്. ഇതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു ചെറിയ തെറ്റുണ്ട്. ഇവിടെ Cn അല്ല എഴുതേണ്ടത്, Nc എന്നാ എഴുതേണ്ടത്. ഈ NCR സിൽവർ സയനൈഡ് വരുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ പഠിച്ചാൽ മതി. സയനൈഡ് എപ്പോ? സിൽവർ സയനൈഡ് വരുമ്പോൾ. സിൽവർ സയനൈഡ് കഴിച്ചാൽ നമ്മൾ തട്ടിപ്പോകും. അല്ലെങ്കിൽ സിൽവർ സയനൈഡ് ബുദ്ധിമുട്ടുണ്ടാക്കും. സിൽവർ സയനൈഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? എഴുതുമ്പോൾ കുഴപ്പമില്ല, NCCN എന്നുള്ളത് എന്താക്കിയാൽ മതിയടാ? NC ആക്കിയാൽ മതി. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ കിട്ടുക? RCN. കറക്റ്റ് ആക്കിക്കോട്ടെ, RCN. ഇതെല്ലാം ആൻസർ RCN എന്നുള്ളത് RNC എന്നാക്കണം. ബൈ പ്രൊഡക്റ്റ് AgX ആണ്. ഇതൊന്ന് ഓർത്ത് വെച്ചോ. ഇനി റിയാക്ഷൻ വിത്ത് പൊട്ടാസ്യം നൈട്രേറ്റ് വരുമ്പോൾ വാട്ട് ഈസ് പൊട്ടാസ്യം? K. പൊട്ടാസ്യത്തിന്റെ ലെറ്റർ എന്താ? K. നൈട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NO2. KNO2. അപ്പൊ പൊട്ടാസ്യം നൈട്രേറ്റ് കേട്ടാ, ക്യാപിറ്റൽ ലെറ്റർ N വേണം കൊടുക്കാൻ കേട്ടാ. KNO2 റൈറ്റ്. അപ്പൊ ഇതേപോലെ RX100 വണ്ടി എടുത്തു നമ്മള്. RX100 വണ്ടി എടുത്തു, എല്ലാരും കൊടുത്തു. അതൊക്കെ നിങ്ങൾ ചുമ്മാ എഴുതി കൂടാ. RX വണ്ടി എടുത്തു അല്ലെ. RX വണ്ടി എടുത്തു. നമ്മൾ എന്താ കൊടുക്കുന്നത്? പൊട്ടാസ്യം NO2 അല്ലെ, പൊട്ടാസ്യം നൈട്രേറ്റ് കൊടുത്തു. ഇംപ്ലൈസ് ദാറ്റ് എന്താ വരും മക്കളെ? ഇവിടെ വരുമ്പോ ശ്രദ്ധിക്കണടാ, ഒരു ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂടാ. ഈ NO2 നമുക്ക് ബൈ പ്രൊഡക്റ്റ് KX ആണ്. അത് എപ്പോഴും നമുക്ക് KX ആണ് അല്ലെ. ഇവിടുത്തെ Kയും ഇവിടുത്തെ X ആണ് കമ്പൈൻ ചെയ്യുക. അതെല്ലാവർക്കും എപ്പോഴും അറിയാം, KX ആണ് ബൈ പ്രൊഡക്റ്റ്. പക്ഷെ നമുക്കൊരു ത്വര വരും ഇങ്ങനെ എഴുതാൻ. ഇത് എഴുതാനാണ് നമുക്കൊരു ഇഷ്ടം ഉണ്ടാവും എല്ലാവർക്കും. RNO2 എന്ത് സുഖമാണ് അല്ലെ. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത് എഴുതുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. NO2 എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ N-ഉം 2 ഓക്സിജനുമാണ്. അതായത് N-ന് കമ്പനിക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ആരിട്ട് കൊടുക്കുക? ഒരു ഓൻ ഇട്ട് കൊടുക്കുക അല്ലെ. രണ്ടുപേരെ സുഹൃത്തുക്കളാണ്. അപ്പൊ അപ്പുറത്തേക്ക് ഇപ്പുറത്ത് ഇട്ട് കൊടുത്തിട്ട് വേണം എഴുതാൻ. NO2 എന്ന് എഴുതരുത് പൊന്നു മക്കളെ. N-ന് കമ്പനിക്ക് അവിടെ ഒരു ഓക്സിജൻ, ഇവിടെ എന്ത് ചെയ്യാടാ? ഒരു ഓക്സിജൻ ഇട്ട് കൊടുക്കുക. രണ്ട് സൈഡിലും എന്ത് ചെയ്യാടാ? ഒരു ഓക്സിജൻ ഇട്ട് കൊടുത്താൽ മതി. RONO. അപ്പൊ ഇത് എഴുതുമ്പോ പ്രത്യേക എക്സാമിന് ശ്രദ്ധിക്കണം. RONO കേട്ടാ. ഇങ്ങനെ എഴുതിയാലും മതി. RONO മതി കേട്ടാ. KX. ഓക്കെ, രണ്ട് സൈഡിലും എന്ത് ചെയ്യടാ? കമ്പനിക്ക് ഓക്സിജൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുക. അപ്പൊ എക്സാമിന് ട്രിക്കില് പഠിച്ചോടാ ഇത് കേട്ടാ. NO2 വരുമ്പോ രണ്ടാൾക്കാർ പാവല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്സിജൻ ബാലൻസ് ചെയ്തിടാൻ മറക്കല്ലേ കേട്ടാ. അതൊക്കെ അതിന്റെ ഇലക്ട്രോൺ ആഡിങ്ങും കാര്യങ്ങളാണ്, കോവാലന്റ് ബോണ്ടിങ് ഒക്കെയാണ് വരുന്നത്. അതൊന്നും പറഞ്ഞ് ഈ എക്സാം സമയത്ത് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല കേട്ടാ. സോ റിയാക്ഷൻ വിത്ത് സിൽവർ നൈട്രേറ്റ്. ലാസ്റ്റ് വന്നാടാ AgNO2 സിൽവർ നൈട്രേറ്റ്. സിൽവർ നൈട്രേറ്റ് AgNO2. എടാ ഇവിടെ വരുമ്പോ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ പൊട്ടാസ്യം വരുമ്പോഴാണ് എന്ത് വരുന്നത്? പൊട്ടൻ വരുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടത്. എന്നാൽ സിൽവർ നൈട്രേറ്റ് വരുമ്പോൾ, സിൽവർ നല്ലൊരു വൃത്തിയുള്ള സാധനം വിചാരിച്ചോ. എന്നാ ഇവിടെ സയനൈഡ് പ്രശ്നമാണ് അല്ലെ. NC അങ്ങോട്ട് മാറ്റാം. സോ പൊട്ടൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ONO ഇടണം. പക്ഷേ സിൽവർ വരുമ്പോൾ അങ്ങോട്ട്, പൊട്ടാസ്യം നൈട്രേറ്റ് സിൽവർ നൈട്രേറ്റ് ആണ്. അപ്പൊ സിൽവർ വരുമ്പോൾ എന്ത് ചെയ്യണ്ട? ഇന്റർചേഞ്ചിങ് വരുത്തണ്ട. വളരെ സിമ്പിൾ. RX100 വണ്ടി എടുത്തിട്ട് നമ്മൾ AgNO2 എന്ന് പറയുന്നതിന്റെ റിയാക്ഷൻ വരുമ്പോൾ അത് സിൽവർ നൈട്രേറ്റ് ആണ്. പൊട്ടാസ്യം ആണ് വരുമ്പോഴാണ്, രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് പൊട്ടാസ്യം ഉണ്ട്, ഒന്ന് സിൽവർ ഉണ്ട്. പൊട്ടാസ്യം വരുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ONO മാറ്റേണ്ടത്. സിൽവർ വരുമ്പോൾ മാറ്റേണ്ട മക്കളെ. പഴയ പോലെ തന്നെ നമ്മൾ ആദ്യം പഠിച്ച പോലെ തന്നെ എന്ത് ചെയ്യുക? ഇയാളുടെ കമ്പനിക്ക് ആരും വരൂടാ, NO2 വരും. ഓട്ടോമാറ്റിക്കിന് AgX എപ്പോഴും നമുക്ക് കിട്ടുന്ന പോലെ ബൈ പ്രൊഡക്റ്റ് ആവും. വളരെ സിമ്പിൾ അല്ലടാ.
അപ്പൊ ഒരു ട്രിക്കില് പഠിച്ചു വെച്ചോ. പൊട്ടം വരുമ്പോൾ എന്ത് ചെയ്യണടാ, ONO അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുക. സിൽവർ നൈട്രേറ്റ് വരുമ്പോൾ എന്ത് ചെയ്യടാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുക. നോർമൽ റിയാക്ഷൻ പോലെ ചെയ്യാം. എന്ത് ചെയ്യാം, ആറിന്റെ കൂടെ എന്ത് ചെയ്യാം, NO2 അറ്റാക്ക് ചെയ്യാം. പറ്റത് അതേപോലെ തന്നെ AgX എപ്പോഴും നമുക്ക് അറിയാലോ അല്ലെ. ഇവിടെയുള്ള K+ ആണെങ്കിൽ ഇവിടെയുള്ള X കൊടുത്തിട്ടാണ് നമ്മൾ കമ്പൈൻ ചെയ്യാറ്. ഇപ്പൊ Ag ആണെങ്കിൽ AgX ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക, എല്ലാവരും ഉഷാറാക്കി പഠിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമാവാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. സാർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങൾ, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എന്ത് വേണമെങ്കിലും രേഖപ്പെടുത്താം, നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, വീണ്ടും സാർ പറയുന്നു, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ സാർക്ക് വളരെയധികം സന്തോഷം. പുതിയ ഓർഗാനിക് വീഡിയോ വന്നുകൊണ്ടേയിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ.